കൊൽക്കത്തയിലെ ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ശരീരത്തിൽ നിരവധി പാടുകൾ, മുറിവുകളൊക്കെ ഉള്ളതായി മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഹോക്കി സ്റ്റിക്കിന് ആ കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് അവർ നൽകിയ മൊഴിയിൽ പോലീസിനോട് അവർ വിശദീകരിക്കുകയും ചെയ്തത്. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു എന്നാണ് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരോപിച്ചത്. കോളേജിലെ ഗാർഡ് റൂമിലെത്തിച്ചാണ് പ്രതികൾ 24-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. മുഖ്യപ്രതി മനോജിത് മിശ്ര നടത്തിയ വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണം. താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും വെറുതെ വിടണമെന്നും കാലുപിടിച്ചപേക്ഷിച്ചെങ്കിലും പ്രതികൾ കേൾക്കാൻ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥിനി നൽകിയ മൊഴിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസതടസ്സം നേരിട്ടതോടെ ആശുപത്രിയിലെത്തിക്കാൻ വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതികൾ വീണ്ടും പീഡനം തുടർന്നു. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചതായും വിദ്യാർത്ഥിനി മൊഴി നൽകി. മൊബൈൽ ഫോണിൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പോലീസിൽ പരാതി നൽകിയാൽ ഇത് പുറത്തുവിടുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം തകർന്നുവെന്നും പ്രീണന രാഷ്ട്രീയമാണ് കാരണമെന്നും കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ മനോജിത് മിശ്ര, സായിബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെയും കോടതി 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇതിൽ 2 പേർ കോളേജിലെ വിദ്യാർത്ഥിയും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. കേസിൽ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി.